ഈ ബെറ്റ ഫിഷ് ബ്രീഡിങ് അതൊരിക്കലും അവരെ സംബന്ധിച്ചത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള ഒരു കണ്ടീഷനിങ് ഈ ബെറ്റ ഫിഷ് ബ്രീഡിങ്ങിന് മുമ്പ് നമ്മൾ ചെയ്യണമെന്ന് പറയാൻ കാരണം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടോ ഈ ബെറ്റ ഫിഷ് ബ്രീഡിങ് അതൊരിക്കലും അവരെ സംബന്ധിച്ചത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള ഒരു കണ്ടീഷനിങ് ഈ ബെറ്റ ഫിഷ് ബ്രീഡിങ്ങിന് മുമ്പ് നമ്മൾ ചെയ്യണമെന്ന് പറയാൻ കാരണം. ഇപ്പോൾ സ്ത്രീകൾ പ്രസവത്തിന് മുമ്പ് ഒരുപാട് ഡയറ്റിൽ വ്യത്യാസം വരുത്താറുണ്ട്, ടോണിക്കോളൊക്കെ എക്സ്ട്രാ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ വിധി പ്രകാരമൊക്കെ ഉണ്ടാക്കുന്ന പല ഇനം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷേ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ലാസ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് ഒരുപാട് പ്രിപ്പയർ ചെയ്യാറുണ്ട് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. ഒരു സെമിനാർ പ്രോജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ നമ്മൾ ഒരുപാട് പ്രിപ്പയർ ആവും ആ ലാസ്റ്റ് മൊമെൻറ്റിൽ, ആ ലാസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ ഒരു കായിക താരം ആ ഒളിമ്പിക്സിനൊക്കെ മുമ്പായിട്ട് ലാസ്റ്റ് മന്ത് എടുക്കുന്ന ഒരു എഫേർട്ടൊക്കെ വളരെ കൂടുതലായിരിക്കും. ഇതൊക്കെയെന്ന് പറയുന്നത് അവർ ചെയ്യാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട പ്രവർത്തിക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങളാണ്. അതുപോലെ തന്നെ ബെറ്റ ഫിഷിനും മെയിലിനും ഫീമെയിലും ബ്രീഡിങ്ങിന് മുമ്പ് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഫുഡും വാട്ടർ ചേഞ്ചൊക്കെ ചെയ്തെടുത്തിട്ട് നല്ല സ്ട്രോങ് ആക്കി എടുക്കണം. അപ്പോൾ ആ വക കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് പറയുകയാണ്, എൻ്റെ പേര് ബ്രൈജോ എന്നാണ്, നമ്മുടെ ചാനലിൻ്റെ പേര് നമസ്തേ കേരള എന്നാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്നത് അലങ്കാര മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസാണ്. ഇതേപോലെ ചെറിയ ചെറിയ ടിപ്പുകളുണ്ടാവും, ബ്രീഡേഴ്സായിട്ടുള്ള ഇൻ്റർവ്യൂസ്, എക്സിബിഷൻസ്, ചുരുക്കി പറഞ്ഞ് അലങ്കാര മത്സ്യങ്ങൾ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഒരു ഓൾ ഇൻ വൺ പാക്കേജാണ് നമ്മുടെ ഈ ചാനൽ. സോ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക, കാരണം അപ്പോഴും നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വാളിറ്റിയുള്ള പല്ലറ്റ് ഫുഡുകൾ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ RTMA വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാനതിൻ്റെ സെയിൽ ചെയ്യുന്നുണ്ട്. ബെറ്റ ഫിഷ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് ശരിക്ക് ഒരുങ്ങി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോസ് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ലാസ്റ്റിൽ കൊടുക്കാം. ഫസ്റ്റ് ഈ ബെറ്റ ഫിഷ് ബ്രീഡിംഗ് ടൈമിൽ കണ്ടീഷനിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കേസ് പറഞ്ഞുതരാം. അതായത് ഈ ബെറ്റ ഫിഷ് ബ്രീഡിംഗ് ടൈമിൽ മെയിലും ഫീമെയിലും നമ്മൾ ഫുഡ് കൊടുക്കുന്നില്ല. അവർ ആ ബ്രീഡിംഗ് പ്രോസസ്സിൽ ഏർപ്പെടുന്ന നേരത്തെ നമ്മൾ ഫുഡ് കൊടുക്കുന്നില്ല. അതായത് ഒരു 4-5 ദിവസം എങ്ങനെ പോയാലും ഒരാഴ്ചയ്ക്ക് അടുത്ത് തന്നെ ഇവർ ഫുഡ് കിട്ടാതെ കിടക്കുന്നുണ്ട്. സോ ആ സമയത്ത് ഇവർക്ക് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അതിന് മുമ്പ് നല്ലൊരു ഫുഡ് അവർക്ക് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന ഫിസിക്കലായിട്ടുള്ള വർക്കിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും ഒരു അത്യാവശ്യം ഹെഡേക്കുള്ള, അത്യാവശ്യം സ്ട്രഗിളുള്ള, അത്യാവശ്യം എഫേർട്ടുള്ള വർക്കാണ് ബെറ്റ ഫിഷുകളെ സംബന്ധിച്ചിട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ അവർക്ക് വേണ്ട ഹെൽത്തും എനർജറ്റിക് ആയി നിൽക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് അവർക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കണം. അത് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ്, ഈ ബ്രീഡിങ് സമയത്ത് നമ്മൾ നല്ല പോലെ കണ്ടീഷനിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ ക്വാളിറ്റിയുള്ള ലൈവ് ഫുഡുകളും അല്ലെങ്കിൽ പെല്ലറ്റ് ഫുഡുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഹെൽത്തി ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മുട്ടകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കിട്ടുന്ന കുഞ്ഞുങ്ങളും നല്ല ഉഷാറുള്ള ചണക്കുട്ടന്മാരായിരിക്കും. നമ്മൾ പറയാറില്ലേ, വളം വെക്കേണ്ടത് വേരിലാണ് അല്ലാണ്ട് തലയിലല്ല എന്നുള്ളത് ചെടികളെ സംബന്ധിച്ചിട്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് കിട്ടേണ്ടത് അതിന് മുമ്പേ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കണം എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഈ ബെറ്റ ഫിഷ് ബ്രീഡിങ്ങിനെ സംബന്ധിച്ചിട്ട് കണ്ടീഷനിങ് എന്നുള്ള ഒരു 7 ദിവസത്തെ ചടങ്ങ്. അപ്പോൾ ഇനി ചോദിക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പലരും ജോലിക്ക് പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരൊക്കെ ആയിരിക്കാം. ഒരു പരമാവധി എത്ര ഫീഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 4 നേരം 5 നേരം ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലതാണ്. അതായത് ഇപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ട് കുറേശ്ശെ ഫുഡ് കുറേ നേരം കുറേ പ്രാവശ്യമായിട്ട് കൊടുക്കുക, ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു മെത്തേഡ്. ഇപ്പോൾ കാലത്ത് കൊടുക്കാം, ഉച്ചയ്ക്ക് കൊടുക്കാം, ഉച്ചരിഞ്ഞിട്ട് കൊടുക്കാം, രാത്രി കൊടുക്കാം എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അത് വീട്ടിൽ ഫുൾ ടൈം ഉള്ളവരെ സംബന്ധിച്ചിട്ടാണ് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പക്ഷെ അതേസമയം ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിൽ കോളേജിലൊക്കെ പോകുന്നവർക്ക് എങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ കാലത്ത് നമ്മൾ ഏറ്റവും വഴിക്ക് ഒരു 6 മണിക്ക് തന്നെ ഫസ്റ്റ് ഫീഡ് ചെയ്യാം. ആ ഫീഡ് ചെയ്യേണ്ടത് ക്വാളിറ്റിയുള്ള ഏതെങ്കിലും പെല്ലറ്റ് ഫുഡുകളായിരിക്കാം. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പെല്ലറ്റ് ഫുഡ് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ചില ക്വാളിറ്റിയുള്ള പെല്ലറ്റ് ഫുഡുകൾക്ക്, ഇമ്പോർട്ട് ചെയ്യുന്ന പെല്ലറ്റ് ഫുഡുകൾക്ക് 10 ഗ്രാമിനൊക്കെ ഒരു 500 രൂപയുടെ അടുത്തൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ഫുഡിനുള്ള ക്വാളിറ്റി അവർക്ക് അഷ്യൂർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് എൻ്റെ വാസ്തവം. അപ്പോൾ അങ്ങനത്തെ ഫുഡുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും, ഇല്ലാന്നൊന്നുമില്ല. നമ്മൾ വില കൊടുക്കുന്നതിനുള്ള റിസൾട്ട് അവർ നമുക്ക് തരും.
പക്ഷേ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫുഡ് എന്ത് കൊടുക്കുന്നത് അടുത്ത സെക്ഷനിൽ പറയാം. ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ക്വാളിറ്റിയുള്ള പെല്ലറ്റ് ഫുഡ് കൊടുക്കുക. ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഇനം, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റാവുന്നതിൽ വെച്ചിട്ട് നല്ല ഇനം ക്വാളിറ്റി ഫുഡുകൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അത്യാവശ്യം പൈസ മുടക്കാമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പേര് പറഞ്ഞുതരാം, ഞാൻ യൂസ് ചെയ്യുന്ന പെല്ലറ്റ് ഫുഡുകൾ പറഞ്ഞുതരാം. അത് വീഡിയോയിൽ പറയാത്തതാണ്. ഓക്കെ, അത് നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പെല്ലറ്റ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ പോകുന്നതിനേക്കാളും മുമ്പ്, അതിന് മുമ്പായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ 8 മണി 9 മണിക്ക് സമയത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഫീഡിങ് ചെയ്യാം. അത് ലൈഫ് ഫുഡുകളായി അത്രയും നല്ലത്. അതിനുശേഷം നമ്മൾ ഉച്ചരിഞ്ഞ് വീട്ടിലേക്ക് എത്തില്ലേ, കോളേജ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് തേർഡ് ഫീഡിങ് ചെയ്യാം. അതിനുശേഷം അതും ലൈഫ് ഫുഡായ നല്ലതായിരിക്കാം. അതിനുശേഷം രാത്രി നമ്മൾ കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു 7 മണി 8 മണി സമയത്ത് നാലാമത്തെ വട്ടം നമുക്ക് ഫീഡ് ചെയ്യാം. അതല്ല എപ്പോഴും ഒരു ക്വാളിറ്റിയുള്ള പെല്ലറ്റ് ഫുഡ് ആയിരിക്കാം. ഞാനിപ്പോൾ രാവിലെയും രാത്രിയും ഏതെങ്കിലും ക്വാളിറ്റിയുള്ള പെല്ലറ്റ് ഫുഡാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നേരം വെളുക്കുന്നവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. സോ ആ സമയം ഒരു അത്രയും മണിക്കൂർ അവർക്ക് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പെല്ലറ്റ് ഫുഡ് തന്നെ വേണം. പിന്നെ ലൈഫ് ഫുഡ് നല്ലതാണ്, അതുപോലെ തന്നെ ക്വാളിറ്റി പെല്ലറ്റ് ഫുഡും അത്യാവശ്യമാണ്. ഇത് രണ്ടും പ്രോപ്പറായിട്ട് കൊടുത്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചില ക്വാളിറ്റിയുള്ള പെല്ലറ്റ് ഫുഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ഫുഡ് തരുന്നതിനേക്കാൾ നല്ല റിസൾട്ട് അവർ തരുന്നുണ്ട്. സോ അങ്ങനത്തെ പല കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ജോലിക്കും കോളേജിലൊക്കെ പോകുന്നവർ മിനിമം 4 പ്രാവശ്യം ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഈ പറഞ്ഞ പോലെ ഒരു 6 മണി, പിന്നെ ജോലിക്ക് പോണേക്കാൾ മുമ്പ് 8 മണി 9 മണി സമയത്ത് തിരിച്ച് വന്നിട്ട് ഒരു 5 മണി 6 മണി സമയത്ത് അല്ലെങ്കിൽ 4 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് നിങ്ങൾ എത്തുന്നതിനനുസരിച്ചിട്ട് അതിനുശേഷം കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു 7 8 9 ആ സമയത്തായിട്ട്. പിന്നെ രാത്രി ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് നേരം ലൈറ്റ് ഓൺ ആക്കിയിട്ട് ആ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചു എന്ന് ഉറപ്പായതിന് ശേഷം മാത്രം ലൈറ്റ് ഓഫ് ചെയ്യുക. അതൊരു എന്താ പറയുക, അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാവരുത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക മെയിനായിട്ട്. ഒരുപാട് ലേറ്റ് ആവാതെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ. അതാണ് ഫീഡിങ് ടൈമിങ്. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇത് പലർക്കും പല ഒപ്പീനിയൻ ആവാം. അപ്പോൾ അതാണ് ശരി, ഇതാണ് ശരി എന്നല്ല. ഓരോ ബ്രീഡേഴ്സിനും ഓരോ ഹോബീസിനും അവരുടേതായ ഷെഡ്യൂളുകളാണ് ഫുഡിൻ്റെ കേസിലൊക്കെ. കാരണം ഓരോരുത്തർ ചെയ്യുമ്പോൾ അവരവരുടെ സൗകര്യത്തിനാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സൂട്ട് ആവുന്ന ഒരു മെത്തേഡ് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 5 ടൈം ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫീഡ് ചെയ്യാം. പിന്നെ ചോദിക്കും എന്ത് ഫുഡ് കൊടുക്കാമെന്ന്. ലൈഫ് ഫുഡ് പറയുകയാണെങ്കിൽ മൊയിന് നല്ലതാണ്, ആർട്ടിമി നല്ലതാണ്, ഗ്രിൻഡിൽ വോംസ് നല്ലതാണ്, കൂത്താടികളൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഏത് നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഈ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു കേസിലും പറഞ്ഞോട്ടെ, ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഫീഡ് ചെയ്യുന്തോറും ഇതൊരു ശരിക്കും ഹെവി ഫീഡിങ് ആണല്ലോ ചെയ്യുന്നത്. സോ വാട്ടർ കണ്ടീഷൻ പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. വാട്ടറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർക്ക് സ്ട്രെസ്സ് കൂടാനും അസുഖങ്ങൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫുഡ് കൊടുക്കുമ്പോൾ അതിന് പ്രൊപ്പോർഷനായിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ഒരുക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രൈസിന് വേണ്ടിയുള്ള ഫുഡുകളും തയ്യാറാക്കിയിരിക്കണം. ഇൻഫ്യൂസൂരിയം പാരമേസിയം കൊടുക്കുന്നവർ അത് തയ്യാറാക്കുക, അല്ലെങ്കിൽ ആൽഗെ വാട്ടറിൽ ചെയ്യുന്നവർ ആൽഗെ വാട്ടർ പ്രിപ്പയർ ചെയ്യുക, ആർട്ടിമി കൊടുക്കുന്നവർ ആർട്ടിമി റെഡിയാക്കി വയ്ക്കുക. പിന്നെ ആർട്ടിമി വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ആർട്ടിമിയുടെ സെയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആർട്ടിമി ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീഡിയോ ശരിക്കും ഒരു ഷോർട്ട് വീഡിയോ ആണ്. ജസ്റ്റ് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞത്. 1, എന്ത് ഫുഡ് കൊടുക്കാം എന്നുള്ളത്. 2, എത്ര ടൈമിങ്ങിൽ നമുക്ക് സ്യൂട്ടബിളായ രീതിയിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഈ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. അത് പല ആൾക്കാരും കണ്ടീഷൻ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ചെറുതായിട്ടൊന്ന് വെറുപ്പിച്ചോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം ജസ്റ്റ് 1-2 കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. പക്ഷേ അത് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പേര് ചോദിച്ചിരുന്നു കണ്ടീഷനിങ് എങ്ങനെ ചെയ്യാം, എന്ത് ഫുഡൊക്കെ കൊടുക്കാം എന്നുള്ളത്. സോ അത് അവർക്ക് വേണ്ടിയിട്ടാണ്, ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.